സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധവളപത്രം ഇറക്കാൻ സർക്കാരിനെ വെല്ലുവിളിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. വരാനിരിക്കുന്ന സർക്കാരിനെ ഉപദ്രവിക്കാനാണ് ശ്രമം. കേരളം കടുത്ത സാമ്പത്തിക തകർച്ചയിലാണ്. ഫെബ്രുവരിയിൽ ബദൽ പദ്ധതി പ്രതിപക്ഷം അവതരിപ്പിക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഇതുപോലെ സമ്പദ് വ്യവസ്ഥ തകർത്ത് തരിപ്പണമാക്കിയ ഒരു ഗവൺമെന്റ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. കനത്ത പരാജയം അവരെ തുറിച്ചു നോക്കിയാണ് എന്നുള്ള യാഥാർത്ഥ്യം ഏറ്റവും നന്നായി അറിയാവുന്നത് അവരാണ്. അതുകൊണ്ട് പോണ പോക്കിൽ വരാൻ പോകുന്ന സർക്കാരിനെ എങ്ങനെയെല്ലാം ഉപദ്രവിക്കാമോ ആ ഉപദ്രവമെല്ലാം ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ ഗവൺമെന്റിനെ വെല്ലുവിളിക്കുന്നത്. നിങ്ങൾ അധികാരത്തിൽ നിന്ന് പുറത്തു പോകുന്നതിന് മുമ്പ് നിങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയ കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയുടെ തൽസ്ഥിതിയെ കുറിച്ച് നിങ്ങൾക്കൊരു വൈറ്റ് പേപ്പർ ഇറക്കാൻ, ഒരു ധവളപത്രം ഇറക്കാൻ ഈ സർക്കാർ ധൈര്യമുണ്ടോ എന്ന് ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. ബദൽ പദ്ധതികളുമായി ആ തളർച്ചയിൽ നിന്നും കേരളത്തെ ഉണർത്തെഴുന്നേൽപ്പിക്കാൻ UDF ഉണ്ടാകും. ഞങ്ങളതെല്ലാം ഫെബ്രുവരി ആദ്യവാരം ഞങ്ങൾ പ്രഖ്യാപിക്കും. ഹരിമോഹൻ നൽകും വിശദാംശങ്ങൾ. ഹരി, UDF അധികാരത്തിലേക്ക് എന്നൊരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഈ വെല്ലുവിളി അതെങ്ങനെ കാണാം? തീർച്ചയായിട്ടും ശ്രുതി, വല്ലാത്തൊരു ആത്മവിശ്വാസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുണ്ട്. അതുതന്നെയാണ് ഈ 2027 ഈ പ്രഖ്യാപിച്ച പദ്ധതികളിൽ നിന്നുള്ള ഒരു ക്ഷേമം അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ അടക്കമുള്ള പദ്ധതികളെല്ലാം തന്നെ നടപ്പിലാക്കാൻ എന്തായാലും LDF-ന് കഴിയില്ല. അതൊക്കെ തന്നെ UDF-ന് മാത്രമേ കഴിയുകയുള്ളൂ. കാരണം 2027 LDF സർക്കാർ ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ച പ്രതിപക്ഷ നേതാവ് പറയുകയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ അതൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ്, വരുന്ന സർക്കാരിന് വലിയൊരു ബാധ്യത ഉണ്ടാക്കി തീർക്കാനാണ് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. അതായത് ഇത്തരത്തിൽ പദ്ധതികളെല്ലാം പ്രഖ്യാപിക്കും, പക്ഷെ അതിനുള്ള പണം കണ്ടെത്താതെയാണ് ഈ പ്രഖ്യാപനങ്ങളെല്ലാം നടത്തുന്നത്. ഖജനാവിൽ പൂച്ച വെച്ച് കിടക്കുകയാണെന്നുള്ള പഴയ അതേ ഡയലോഗ് തന്നെ പ്രതിപക്ഷ നേതാവ് ആവർത്തിക്കുകയാണ്. ഇതിനുള്ള പണം ഒന്നും കണ്ടെത്താൻ ഇതേവരെ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി വരുന്ന സർക്കാരിനെ സംബന്ധിച്ച് അത് വലിയൊരു പ്രതിസന്ധി തീർക്കും. മാത്രമല്ല, കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു സാമ്പത്തിക മാനേജ്മെന്റ് ഇങ്ങനെ തകർന്നിട്ടുണ്ടെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് എന്നുകൂടിയാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അതുകൊണ്ട് നിലവിലെ ധനകാര്യ സ്ഥിതിയെക്കുറിച്ച് ഒരു ധവളപത്രം പുറത്തിറക്കാൻ സർക്കാരിനെ വെല്ലുവിളിക്കുകയാണ്. ഇത് ആദ്യമായിട്ടല്ല. പ്രതിപക്ഷ നേതാവ് പലതവണയായിട്ട് ഈ ധവളപത്രം പുറത്തിറക്കണമെന്നുള്ള ആവശ്യം ഏകദേശം 2-3 വർഷമായി തുടർച്ചയായി ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് സംസ്ഥാന സർക്കാരിന്റെ ഈ കടമെടുപ്പ് പരിധിയും അടക്കമുള്ള വിവാദങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ധവളപത്രം പുറത്തിറക്കാനുള്ള ഒരു വെല്ലുവിളി പ്രതിപക്ഷ നേതാവ് നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് പ്രതിപക്ഷത്തെ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന UDF സർക്കാരിനെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ച് ഫെബ്രുവരിയിൽ ഒരു ബദൽ പദ്ധതി മുന്നോട്ട് വെച്ച് അത് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കും. അതുകൂടാതെ ഒരു കുറ്റപത്രവും സർക്കാരിനെതിരെ തയ്യാറാക്കി അതും ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് അത്തരം ചില പദ്ധതികൾ അല്ലെങ്കിൽ അത്തരം ചില നയപരിപാടികളൊക്കെ തന്നെ പ്രതിപക്ഷം ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അത് വരും ദിവസങ്ങളിൽ നടപ്പിലാക്കും എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയിരിക്കുന്നത്. ശ്രുതി, ശരി, ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്.